Today, we'll see how to journalize the transactions that deal with expenses and incomes. Okay. So, first transaction is when an expense is paid. Nammalore expense pay cheyyumbol, what are the two accounts that we will open? One of the accounts is going to be cash account because when you make a payment, you are paying it in cash. So, cash account open cheyanam. When an expense is paid, ningal pay cheyna expense maybe it could be rent, അല്ലെങ്കിൽ സാലറി, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ, അല്ലെങ്കിൽ ടെലിഫോൺ ചാർജസ് എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ ഏത് എക്സ്പെൻസ് ആണോ പേ ചെയ്യുന്നത് ആ എക്സ്പെൻസിന്റെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. റെന്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, ഇലക്ട്രിസിറ്റി ബിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്താണോ പേ ചെയ്യുന്നത്, സ്റ്റേഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അക്കൗണ്ടിന്റെ നെയിം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ എക്സ്പെൻസിന്റെ പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. രണ്ടാമത് ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഇനി എക്സ്പെൻസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, രണ്ട് അക്കൗണ്ട്സ്. അതിൽ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട് അല്ലേ. നോമിനൽ അക്കൗണ്ട് ഇസ് ദ അക്കൗണ്ട് ദാറ്റ് ഡീൽസ് വിത്ത് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പൊ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇപ്പൊ സാലറി ആണ് നിങ്ങൾ പേ ചെയ്തെങ്കിൽ ദാറ്റ് സാലറി ഈസ് എൻ എക്സ്പെൻസ്, സാലറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. റെന്റ് ആണ് പേ ചെയ്തെങ്കിൽ റെന്റ് ഇസ് എൻ എക്സ്പെൻസ്, rent account will be debited. Now, when you pay an expense, you're paying cash. Cash ഒരു asset ആണ്. It comes under real account. അപ്പോൾ real account rule അനുസരിച്ച് debit what comes in, credit what goes out. ഈ കേസിൽ cash went out of your business, so you're going to credit the cash account. അപ്പോൾ നമ്മുടെ journal entry will be whichever expenses it is, ആ expense accountനെ debit ചെയ്തിട്ട് to cash account. Next, when an income is received, when you receive an income, you are receiving it in the form of cash. Cash ഫോമിലാണ് നമുക്ക് ഇൻകം നമ്മൾ റിസീവ് ചെയ്യുന്നത്. സോ ക്യാഷ് നമുക്ക് ഒരു അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ഇസ് വൺ ഓഫ് ദി അക്കൗണ്ട്സ്. സെക്കൻഡ് വൺ, ഇൻകം അക്കൗണ്ട്. ഏത് ഫോമിലാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടിയത് ആ ഇൻകത്തിന്റെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സപ്പോസ് യു റിസീവ്ഡ് റെന്റ് എങ്കിൽ നമ്മൾ റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. യു റിസീവ്ഡ് കമ്മീഷൻ, ഓക്കെ, കമ്മീഷൻ അക്കൗണ്ട് എന്ന് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പം എന്ത് ഇൻകം ആണോ നിങ്ങൾക്ക് കിട്ടിയത് അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻകത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ക്യാഷ് എന്നൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. Now, when you receive an income, you're receiving cash, അല്ലേ? So cash came into your business. റിയൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇൻകം ഏതാണോ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഏത് ഇൻകം ആണോ, റെന്റ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് അക്കൗണ്ട് എന്ന് കാണിച്ചത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട് എന്ന് കമ്മീഷൻ ആണ് റിസീവ് ചെയ്തെങ്കിൽ നമ്മൾ കാണിച്ചത്. അപ്പോൾ വെൻ യു റിസീവിംഗ് ആൻ ഇൻകം യു വിൽ ഡെബിറ്റ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ദാറ്റ് ഇൻകം അക്കൗണ്ട്. ഇൻകം ക്രെഡിറ്റ് ചെയ്യാൻ റീസൺ ബിക്കോസ് ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ് അതിന്റെ റൂൾ. നെക്സ്റ്റ് വൺ, ക്യാഷ് ഇസ് റിസീവ്ഡ്. നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ജേർണൽ എൻട്രി കാണിക്കും? വൺ ഓഫ് ദി അക്കൗണ്ട്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഓപ്പൺ ഇസ് ക്യാഷ് അക്കൗണ്ട്. ഇനി ആരാണോ നിങ്ങൾക്ക് ക്യാഷ് തന്നത് അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് വി വിൽ ഓപ്പൺ. ഇപ്പോൾ യു റിസീവ്ഡ് ക്യാഷ് ഫ്രം രാജു ആണെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ആൻഡ് രാജൂസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. റിസീവ് ക്യാഷ് ഫ്രം ABC ലിമിറ്റഡ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ടും ABC ലിമിറ്റഡ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. സോ യു ആർ റിസീവിംഗ് ക്യാഷ്, ക്യാഷ് കെയിം ഇൻ ടു യുവർ ബിസിനസ്, യു ആർ ഗോയിങ് ടു ഡെബിറ്റ് ദ ക്യാഷ് അക്കൗണ്ട്. You received it from someone. Appa someone who paid you the cash, that is a personal account il varuna oru case aanu. For Raju ayalum ABC Limited ayalum it comes under personal account. Personal account rule ennu paranju keyumbol debit the receiver, credit the giver aanu. So ivide someone is giving you cash, so you are going to credit the giver. Ee giver ennu parayuna aalu nammade debtor o customer o okke aayirikkum. Appo journal entry is cash account debit to givers account. Nammal journalize cheyyumbol ക്വസ്റ്റ്യനിൽ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആളുടെ പേരിൽ വേണം നമ്മൾ അക്കൗണ്ട് ഇവിടെ എഴുതാനായിട്ട്. ടു രാജൂസ് അക്കൗണ്ട് എന്നോ ടു ABC ലിമിറ്റഡ് അക്കൗണ്ട് എന്നോ അത് നമ്മൾ എടുത്ത് എഴുതും. ലാസ്റ്റ് ട്രാൻസാക്ഷൻസ് വെൻ ക്യാഷ് ഇസ് പെയ്ഡ്. വൺ ഓഫ് ദി അക്കൗണ്ട്സ് ഇസ് ഗോയിങ് ടു ബി ക്യാഷ്. ആർക്കാണോ നിങ്ങൾ പൈസ പേ ചെയ്തത് അവരുടെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സോ വൺ ഓഫ് ദി അക്കൗണ്ട്സ് ഇസ് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ദെൻ ദ അതർ അക്കൗണ്ട് ഇസ് in the name of the person to whom you made that payment. So the receiver of your cash, that is a receiver's account. It could be your creditor or your supplier.
So അയാളുടെ പേര് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ we'll open the account in his name. So receiver's account debit to cash account is a journal entry. Cash went out of your business when you made a payment. So we credited the cash account. So expenses and income ആയിട്ട് relate ചെയ്ത് ഇത്രയും transactions ആണ് ഉള്ളത്. Next, we'll look into some bank related transactions and how to journalize it. See, the first one is when check is received from customer. ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്യാഷ് റിസീവ് ചെയ്ത പോലെ ട്രീറ്റ് ചെയ്യണം. ചെക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് we will not open. We will open a cash account and another account in the name of the person who gave you that check. So when you receive check from Raju, you will open a cash account and Raju's account. When you received a check from XYZ Limited, you will open a cash account and XY Limited account. Now, cash check receive cash receive the pole treat chedu, cash account open chedu. We received the cash or the check, so we are going to debit that account. ഇനി ആരാണോ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തത് അയാളുടെ പേരിൽ we will open an account and credit that account. Received check from Ravi, cash account debit to Ravi's account എന്ന് എഴുതണം. Received check from MN Limited ആണെങ്കിൽ cash account debit to MN Limited എന്ന് നമ്മൾ എഴുതും. So that is the first transaction. എപ്പോഴും ഓർത്തിരിക്കണം, when you receive check, just treat it as though you received cash from someone. Next is the check that you received is paid into the bank. Okay, കസ്റ്റമറിന്റെ കയ്യിൽ നമ്മൾ ചെക്ക് കളക്ട് ചെയ്തപ്പോൾ ക്യാഷ് കിട്ടിയ പോലെ ട്രീറ്റ് ചെയ്തു. ഇനി ഈ കിട്ടിയ ചെക്ക് നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. സോ ബാങ്കിൽ നമ്മൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസിൽ ഇൻക്രീസ് സംഭവിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റിൽ ഇൻക്രീസ് സംഭവിച്ചു. ക്യാഷ് അറ്റ് ബാങ്കിൽ ഇൻക്രീസ് സംഭവിച്ചു. സോ വി ആർ ഗോയിങ് ടു ഡെബിറ്റ് ദ ബാങ്ക് അക്കൗണ്ട്. ഇനി കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് പുറത്തു പോയി, ബാങ്കിലോട്ട് പോയി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല. സോ ക്യാഷ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്, യു ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ദ ക്യാഷ് അക്കൗണ്ട്. സോ യുവർ ജേർണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. Next is withdrew cash from bank for office or business use. നമ്മൾ ഓഫീസ് പർപ്പസിന് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പൊ ബാങ്ക് ബാലൻസിൽ ഡിക്രീസ് സംഭവിക്കുന്നു, കയ്യിലുള്ള ക്യാഷ് ബാലൻസിൽ ഇൻക്രീസ് സംഭവിക്കുന്നു. ഒരു അസറ്റ് കുറയുന്നു, ഒരു അസറ്റ് കൂടുന്നു. അപ്പൊ ബാങ്കിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുവാണ്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ we will credit that account. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. കയ്യിലോട്ട് ക്യാഷ് വന്നു, ക്യാഷ് കെയിം ഇൻ ടു യുവർ ബിസിനസ്, സോ വി ആർ ഗോയിങ് ടു ഡെബിറ്റ് ക്യാഷ്. ബാങ്ക് ബാലൻസ് കുറഞ്ഞു, വി ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ദ ബാങ്ക് അക്കൗണ്ട്. സി വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് യൂസ്. പേഴ്സണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? വി വിൽ ഓപ്പൺ എ ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്നുമാണ് പൈസ എടുത്തിട്ട് പോയത് എങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റിൽ ഡിക്രീസ് സംഭവിക്കുന്നു, വി വിൽ ക്രെഡിറ്റ് ദ ബാങ്ക് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ വരുന്ന ഡിക്രീസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് നമ്മൾ ജേർണലൈസ് ചെയ്ത് കാണിക്കും. ചെക്ക് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിലും ഇതേ സെയിം ജേർണൽ എൻട്രി തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നത്. ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്, നമ്മൾ ചെക്കായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ. Then when cash is deposited into bank. നമ്മൾ ചെക്ക് റിസീവ് ചെയ്തത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത പോലെ തന്നെയാണ് ക്യാഷ് നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രിയും സെയിം ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. when you deposit cash into bank, ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്തു, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, we debited that. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആയി. സോ അതിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിൽ ഡിക്രീസ് വന്നു, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. That is the first set of banking transactions. ഇനി കുറച്ച് ട്രാൻസാക്ഷൻസ് കൂടിയുണ്ട്. The next one is interest on deposit allowed by bank. നമ്മൾ കുറച്ച് മണി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷിന് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് അലൗ ചെയ്ത് തന്നു
എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടല്ല വരുന്നത്, അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അകത്ത് തന്നെ അത് ഇട്ട് തരും അല്ലേ. എന്നിട്ട് അവർ പറയും ഇത്രയും ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് എൻ ഇൻകം ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പൈസ ക്യാഷ് ആയിട്ടല്ല കിട്ടുന്നത്, ബാങ്കിലാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് വരുന്നത്. സോ നമ്മൾ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും, നമ്മുടെ ബാങ്ക് ബാലൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുവാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ദി ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ്, ചാർജസ് മെയ്ഡ് ബൈ ബാങ്ക് ഫോർ ദിയർ സർവീസസ്. സി ബാങ്ക് നമ്മുടെ പല സർവീസസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ ദാറ്റ് ദേ വിൽ ചാർജ് എ സർട്ടൻ എമൗണ്ട് അല്ലെ, ഫീസ് ആയിട്ട്. അപ്പൊ ദാറ്റ് ഇസ് എൻ എക്സ്പെൻസ്. അപ്പൊ അതും അവർ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വാങ്ങിക്കാൻ നിൽക്കില്ല, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയിൽ നിന്ന് അവർ ബാങ്ക് ചാർജസ് കട്ട് ചെയ്ത് എടുത്തോളും. സോ ബാങ്ക് ചാർജസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അവിടുത്തെ എക്സ്പെൻസ്. സോ എക്സ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റിൽ നിന്നാണ് പൈസ കുറയുന്നത്. സോ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, നമ്മൾ അവിടെ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ്, ഫോർ ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ. നമ്മൾ ഒരാൾക്ക് ചെക്ക് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെക്ക് അയാൾ കൊണ്ടുപോയി ബാങ്കിലാണ് കാണിക്കുന്നത്, ബാങ്കിൽ നിന്നാണ് ആ പൈസ പോകുന്നത്. സോ അയാൾ ആ ചെക്ക് റിഡീം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. സപ്ലയർ ആർക്കാണോ നിങ്ങൾ ചെക്ക് കൊടുത്തത് അയാളുടെ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡെബിറ്റ് ദ റിസീവർ. സോ സപ്ലയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, ഫോർ എൻ എക്സ്പെൻസ് പെയ്ഡ് ബൈ ചെക്ക്. നമ്മൾ ചെക്ക് വെച്ച് ഒരു എക്സ്പെൻസ് പേ ചെയ്യാണ്. അപ്പൊ ഒരു എക്സ്പെൻസിന്റെ പേര് അവിടെ ഉണ്ടായിരിക്കും, സാലറി പെയ്ഡ് ബൈ ചെക്ക്, റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, നോമിനൽ അക്കൗണ്ട് ആണ്. സോ നമ്മൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ്, റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയും. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അല്ല, ബിക്കോസ് ക്യാഷ് ഇസ് നോട്ട് ഗോയിങ് ഔട്ട് ദ ബിസിനസ്, വി ആർ നോട്ട് മേക്കിംഗ് ദ പേയ്മെന്റ് ഇൻ ക്യാഷ്. ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്. സോ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും, എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമുക്ക് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും ചെക്ക് റിസീവ് ചെയ്തു, അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കളക്ഷനായിട്ട് കാണിച്ചു. അപ്പൊ അത് ഡിസോണർ ആയിപ്പോയി, അതായത് ചെക്ക് ബൗൺസ് ആയിപ്പോയി, സഫീഷ്യന്റ് എമൗണ്ട്സ് അയാളുടെ അക്കൗണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, ക്യാഷ് കിട്ടിയില്ല ചെക്ക് പ്രസന്റ് ചെയ്തപ്പോൾ. എങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി കാണിക്കേണ്ടത് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, ആരാണോ നമുക്ക് ചെക്ക് തന്നത് അയാളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. വെൻ എ ചെക്ക് ഇസ് ഡിസോണർഡ്, ദ ജേർണൽ എൻട്രി ഇസ് കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജേർണൽ എൻട്രീസിൽ വരുന്നത്. 31 ട്രാൻസാക്ഷൻസ് ആണ് കോമൺലി ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു എ sample question and the answer. So the question is, started business with 30,000. Started എന്നൊരു വേർഡ് കണ്ടാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ആണ്. സോ ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് came into your business, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 എന്ന് നമ്മൾ എഴുതും. സി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 ഡേറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നറേഷൻ എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്, യുവർ ബാങ്ക് ബാലൻസ് ഇൻക്രീസ്ഡ്. For bank account debit to cash account is the journal. Bank account debit to cash account. Next, purchased furniture. You are buying an asset. So you will not open a purchase account. You will open a cash account and the asset account. Asset in the പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, furniture ആണ്. Furniture came into your business. Cash went out of your business. Your journal entry is furniture account debit to cash account. See the third transaction, it is furniture account debit to cash account. Next, purchased goods. Okay, when you're purchasing goods, you will open a purchase account and cash account. Purchase account എപ്പോഴും ഡെബിറ്റ് ആണെന്ന് ഓർത്തു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. So purchase account debit to cash account. When you purchase something, you're paying in cash. Cash goes out of your business, so you will credit that cash account. So journal entry will be purchase account debit to
cash account. Next, withdrew from bank for office. For office purpose, you withdrew cash from the bank. So cash came into your business, your bank balance decreased. Journal entry is cash account debit to bank account. Cash account debit to bank account. Next, goods sold for cash. Goods എന്നൊരു word കാണുമ്പോൾ we'll either open purchase account or sales account or purchase return account or sales return account. ഇവിടെ sales ആണ് നടന്നത്. So we will open a sales account and a cash account. Sales നടത്തുമ്പോൾ cash came into your business. Your journal entry will be cash account debit to sales. Now cash purchases from Mr. C. അപ്പോൾ ഇവിടെ purchase ചെയ്തു നമ്മൾ ക്യാഷും കൊടുത്തു. മിസ്റ്റർ സീനെ ഞാൻ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. സോ മിസ്റ്റർ സിയുടെ പേരിൽ ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യത്തില്ല. Two accounts that I will open is purchase account and cash account. ഇനി purchase ചെയ്യുമ്പോൾ ക്യാഷ് പുറത്തു പോകുന്നു, ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആണ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് വിൽ ബി യുവർ ജേർണൽ എൻട്രി. അതുപോലെ നമ്മളിവിടെ കാണിച്ചിരിക്കുക പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പൊ ഒരാളുടെ പേര് അവിടെ തന്നിരിക്കുന്നത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പേര് കണ്ടു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. Now cash sales to Mr. R. One of the accounts is sales, another one is cash. When you make sales, you will get cash. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സെയിൽസ് നടത്തിയതിന്റെ പൈസ കിട്ടി. അപ്പോൾ നിങ്ങൾ മിസ്റ്റർ ആറിനെ ഇനി ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യത്തില്ല. ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബിക്കോസ് ക്യാഷ് കെയിം ഇൻ ടു യുവർ ബിസിനസ് ആൻഡ് സെയിൽസ് വിൽ ബി ക്രെഡിറ്റഡ്. സെയിം. ഓക്കെ, ടേബിൾ കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് താഴെ ഞാൻ ആ എൻട്രി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. ഓർത്തിരുന്നാൽ മതി. ദ ജേർണൽ എൻട്രി ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. നിങ്ങൾ ഗുഡ്സ് വാങ്ങിച്ചു എന്നിട്ട് നിങ്ങൾ ചെക്ക് വഴി പേ ചെയ്തു. ചെക്ക് വഴി പേ ചെയ്യുമ്പോൾ പൈസ പോകുന്നത് ബാങ്കിൽ നിന്നാണ്. സോ ദ ജേർണൽ എൻട്രി ദാറ്റ് യു വിൽ യൂസ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. സാധനം വാങ്ങിച്ചപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആണെന്ന് അറിയാം. ചെക്ക് ആണ് കൊടുത്തത് ആസ് ഫോർ പേയിങ് ദ എമൗണ്ട്. അതുകൊണ്ട് ബാങ്കിൽ നിന്നാണ് പൈസ പോയത്. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് പെയ്ഡ് ടു ബാങ്ക്. നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് ബാലൻസ് ഡിക്രീസ് ചെയ്തു. ജേർണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. സി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. Next is drew for office. Drew for office means you withdrew cash from bank for office purpose എന്നുള്ളതിനെയാണ് ഇങ്ങനെ ഷോർട്ട് ആക്കി അവർ പറയുന്നത് drew for office. So your journal entry will be cash account debit to bank account. Bank balance decrease ചെയ്തു, cash balance increase ചെയ്തു. So cash account debit to bank account. See third transaction cash account debit to bank account. അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ എന്നൊരു വേർഡ് കണ്ടാൽ വിൽ ഓപ്പൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആണ്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ് എടുത്തിട്ട് പോയത്. സോ ക്യാഷ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ജേർണൽ എൻട്രി ഈസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. Next transaction withdrew from bank for personal purpose. Again you will open a drawings account and debit it. ബാങ്കിൽ നിന്നാണ് എടുത്തിട്ട് പോയത്. സോ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്നാണ് നിങ്ങൾ എടുത്തിട്ട് പോയത്. അഗെയിൻ യു വിൽ ഓപ്പൺ എ ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റ് ഇറ്റ്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ഇറ്റ് ഇസ് വൺ ഓഫ് ദ എക്സെപ്ഷണൽ കേസസ് വേർ എ പർച്ചേസ് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ്. It is when you withdraw goods for personal purpose. So your journal entry is drawings account debit to purchase account. Next is goods purchased on credit from Jagan. Okay, so you made a purchase. It was a credit purchase. You did not make the payment. Now you have to pay Jagan. ഇപ്പൊ ജഗൻ ഇനി നമ്മൾ പൈസ കൊടുക്കാനായിട്ട് ഉണ്ട്. അപ്പൊ വൺ ഓഫ് ദി അക്കൗണ്ട്സ് നമ്മൾ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ജഗനെ ഓർത്തിരിക്കണം. ജഗന്റെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. So Jagan's account and purchase account are the two accounts that we will open. Purchase account debit ആണെന്ന് നമുക്കറിയാം. So journal entry is purchase account debit to Jagan's account. Purchase account debit to Jagan's account. Next transaction
Goods sold on credit to Dinesh. ദിനേശിന് ഞാൻ സാധനം കൊടുത്തു, പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ദിനേശിനെ ഓർത്തിരിക്കണം. ഐ വിൽ ഓപ്പൺ an account in his name. And another account is sales account. Sales account എപ്പോഴും ക്രെഡിറ്റ് ആണെന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു. Your journal entry will be Dinesh account debit to sales account. Okay, next is check issued to Jagan. See, ജഗന് നമ്മൾ ചെക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സി യു മെയ്ഡ് എ പേയ്മെന്റ് യൂസിങ് ചെക്ക്. അപ്പോൾ എവിടെ നിന്നാണ് ക്യാഷ് പോകുന്നത്? ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകുന്നത് നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ. സോ യു വിൽ ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ട്. ജഗൻ ഇസ് ദ പേഴ്സൺ ഹു റിസീവ് ദ ചെക്ക്. ജഗൻസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. സോ ജഗൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഗുഡ്സ് റിട്ടേൺഡ് ടു ജഗൻ. ജഗന് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ ആദ്യം ജഗന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും, അതാണ് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തത്. സോ വി വിൽ ഓപ്പൺ എ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആൻഡ് വി വിൽ ഓൾസോ ഓപ്പൺ എ ജഗൻസ് അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആൻഡ് ജഗൻസ് അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ്. ജഗൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. See, we'll see the journal entry. Purchase return. Jagan's account debit to purchase return account. അതാണ് നമ്മുടെ journal entry ആയിട്ട് വരുന്നത്. Check received from Dinesh. ദിനേശിന്റെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്തു. I told you to make a note that when you receive check, you will treat it as though you received cash. അപ്പോൾ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്ത പോലെ ട്രീറ്റ് ചെയ്യുന്ന കാരണം we will open a cash account. Cash account and Dinesh account ആണ് രണ്ട് അക്കൗണ്ട് that we will open. Cash account debit to Dinesh account എന്ന journal entry വരും. See, cash account debit to Dinesh's account. Next transaction is goods returned by Dinesh. Returned by Dinesh. ഇപ്പൊ ദിനേശ് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം സെയിൽസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അയാൾ അത് തിരിച്ചു തന്നത്. അപ്പൊ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഇസ് ഓൾവേസ് ഡെബിറ്റഡ് എന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ദിനേശ് അക്കൗണ്ട് എന്ന ജേർണൽ എൻട്രി വരും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് പെയ്ഡ് സാലറി. യു മെയ്ഡ് പേയ്മെന്റ് ഫോർ സാലറി. അപ്പൊ സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. യു മെയ്ഡ് ദ പേയ്മെന്റ് ഇൻ ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ക്യാഷ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്, അതിനെ ക്രെഡിറ്റ് ചെയ്യും. സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മുടെ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. ചെക്ക് യൂസ് ചെയ്ത് പേ ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഇനി ഏതാണോ നിങ്ങളുടെ എക്സ്പെൻസ് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മുടെ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് റിസീവ്ഡ് കമ്മീഷൻ. നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടി, അപ്പൊ നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ പേരിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ആൻഡ് കമ്മീഷൻ അക്കൗണ്ട് ആർ ദി ടു അക്കൗണ്ട്സ് ദാറ്റ് വി വിൽ ഓപ്പൺ. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും ബിക്കോസ് ക്യാഷ് കെയിം ഇൻ ടു യുവർ ബിസിനസ്. കമ്മീഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന റൂൾ ഉള്ളത് കൊണ്ട്. സോ യുവർ ജേർണൽ എൻട്രി ഇസ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഇറ്റ് മീൻസ് യു ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ദ ബാങ്ക്. അപ്പൊ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്തു. വി വിൽ ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് വെന്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ആണ് ജേർണൽ എൻട്രി. അപ്പൊ ഇതിലിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലെഡ്ജർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ എങ്ങനെയാണ് ചെയ്യുന്നത്, ജേർണൽ എൻട്രി നോക്കി ലെഡ്ജറിലോട്ട് എങ്ങനെ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.